ഹേക്കാങ് പ്രസിഡന്റ് സ്ഥാനത്തേക്കായിട്ട് വിജയിച്ചിട്ട് ഇപ്പോൾ ഓഫീസിൽ എത്തിയത് കൊണ്ട് തന്നെ അവന് ആവശ്യമായിട്ടുള്ള സീലും ബാക്കിയുള്ള വസ്തുക്കളും എല്ലാം തന്നെ മാനേജറും അവന് കൈമാറുന്നു. സോ ഇവരെല്ലാവരും ഒരുപാട് ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ചിന്നും അവിടേക്ക് എത്തിക്കാണ്. ചിന്നിന്റെ കയ്യിലാകട്ടെ ഹേക്കാങ്ങിന്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള വലിയൊരു ബോർഡൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹേക്കാങ് വിജയിച്ചതിൽ തനിക്കും ഒരു പങ്കുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഹേക്കാങ്ങിന്റെ കൂടെ താൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്നും ജിന്നും പറയുന്നു. സോ ജിന്നും ഒരുപാട് ഹാപ്പിയാണ്. അങ്ങനെ ഇരിക്കെ സിയോനെ കാണിക്കുമ്പോഴത്തേക്കും സിയോ ആകെ ദേഷ്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ലീ അവനെ നല്ല രീതിക്ക് തല്ലിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. എങ്ങനെയും പഴയ സ്ഥാനമൊക്കെ തിരിച്ചു പിടിക്കണമെന്ന് സിയോയ്ക്കും ഉണ്ടായിരുന്നു. പക്ഷേ കൂടെയുള്ളവരൊന്നും തന്നെ അത്രയ്ക്ക് സീരിയസ് ആയിട്ടല്ല ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന സിയോയും നിങ്ങളെല്ലാവരും ഓരോ രീതിക്ക് അഴിമതികൾ കാണിച്ചിട്ടുള്ളവരാണ്. എങ്ങാനും ഹേക്കാങ് പ്രസിഡന്റ് ആയിട്ടൊക്കെ എല്ലാ കാര്യത്തെക്കുറിച്ചും അന്വേഷിക്കുവാനായിട്ട് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ കാണിച്ച അഴിമതികളെല്ലാം തന്നെ പുറത്താകും. അപ്പോൾ ഞാൻ മാത്രമായിരിക്കുകയില്ല, നിങ്ങൾ എല്ലാവരും കുടുങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും ചേർന്നിട്ട് ഹേക്കാങ്ങിനിട്ട് എന്തെങ്കിലും ഒരു പണി കൊടുത്തിട്ട് അവനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുകയാണ് ചെയ്യേണ്ടതെന്ന് സിയോയും പറയുന്നു. സാധാരണഗതിക്ക് പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. പ്രധാനമായിട്ടും ഫാമിലിയായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ കറപ്ഷനുമായിരിക്കും ഉണ്ടാവുക. ഫാമിലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറിയൊരു റൂമറെങ്കിലും വരികയാണെങ്കിൽ അത് അവരുടെ കരിയറിനെ തന്നെ ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഏറ്റെടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു റൂമേഴ്സ് പോലും വരാതെ ഞാൻ നോക്കാം. അതുകൂടാതെ പണവുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും ഞാൻ തന്നെ നോക്കി നടത്തുന്നതായിരിക്കും. ഞാൻ നിങ്ങളുടെ സീനിയർ സെക്രട്ടറി ആയിട്ട് ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഒരു അഴിമതിയും കാണിക്കുന്നതായിട്ട് ആർക്കും ഒരു റൂമർ പോലും ഇറക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നാണ് ജിൻ പറയുന്നത്. അതായത് ശരിക്കും പണമൊക്കെ അടിച്ചു മാറ്റുവാനായിട്ടാണ് ഹേക്കാങ് വന്നതെന്ന കാര്യം ഒന്നും തന്നെ ജിന്നിന് അറിയിക്കില്ലല്ലോ. ജിന്നിന്റെ അറിവില് അവൻ വളരെ നല്ല ഒരാളാണ്. സാധാ പ്രസിഡന്റിനെ പോലെ പണം അടിച്ചു മാറ്റുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. അതുകൊണ്ടാണ് ജിൻ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് തയ്യാറായിട്ടുള്ളതും. ട്രൂവാലെ അപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഷോപ്പും മറ്റൊക്കെ നടത്തി വരുന്നവരെ ഹേക്കാങ്ങിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ അവരും ഹേക്കാങ്ങിനെ കാണേണ്ട രീതിക്ക് കാണുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചിന്നാകട്ടെ അവൻ ഒരു രീതിക്കുള്ള കൈക്കൂലികളും മേടിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ നേരായ വഴിക്ക് മാത്രമേ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നേരെ അവനെയും കൂട്ടിക്കൊണ്ട് മീറ്റിംഗ് കൂടുവാനായിട്ടും പോകുന്നു. ഹേഗാങ് പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ ആയിട്ടായിരുന്നു ബാക്കിയുള്ള ബിൽഡിംഗിലെ റെപ്രസെന്റേറ്റീവ്സ് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഒരു രീതിക്കുള്ള കൈക്കൂലിയും മേടിക്കാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഗിഫ്റ്റുകൾ പോലും മേടിക്കുന്നതായിരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവരെയും തിരിച്ചയക്കുകയാണ് ജിന്നും. ഇനി മുതൽ നമ്മുടെ ട്രൂവാലെ അപ്പാർട്ട്മെന്റ് വളരെ നല്ലതായി മാറുമെന്നും അവളും പറയുന്നു. പുരാവസ്തുക്കളെക്കുറിച്ച് അന്വേഷണമൊക്കെ നടത്തുന്ന ആൾക്കാരെ ചെന്ന് കണ്ടിരിക്കുകയാണ് ലിയും. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ള പുരാവസ്തുക്കളെല്ലാം തന്നെ ഫേക്ക് ആണെന്ന് പറയണമെന്ന് പറഞ്ഞ് ഒരുപാട് പണമൊക്കെ അവനും അവർക്ക് ഓഫർ ചെയ്യുന്നു. അതേസമയം ഈ ഒരു പുരാവസ്തുക്കൾ ഫേക്ക് ആണെന്നൊന്നും എനിക്ക് പറയുവാൻ സാധിക്കുകയില്ല. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും തന്നെ ഇവിടെ നിന്നും കണ്ടെത്തുവാനുള്ള ഒരു സാധ്യതയും ഇല്ല എന്നതാണ്. അതായത് നിലവിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്ഥലം പുരാവസ്തുക്കളുമായിട്ട് ഒരു മാച്ചിങ്ങുമല്ല. കൂടാതെ പുരാവസ്തുക്കളൊക്കെ കണ്ടെത്തുന്ന മണ്ണാകട്ടെ ആ പുരാവസ്തുവിനോടൊപ്പം തന്നെ പഴക്കമൊക്കെ തോന്നിപ്പിക്കുന്ന ഒന്നായിരിക്കും. പക്ഷെ ഇവിടുത്തെ മണ്ണ് അങ്ങനെ തോന്നിപ്പിക്കുന്നതല്ല. കൂടാതെ ഇവിടെ നിന്നും കിട്ടിയിട്ടുള്ള പുരാവസ്തുക്കളെല്ലാം തന്നെ പല പല കാലഘട്ടത്തിൽ നിന്നുമുള്ളതാണ്. സാധാരണ ഒരു സ്ഥലത്ത് നിന്നും കിട്ടുന്ന പുരാവസ്തുക്കളെല്ലാം തന്നെ ഒരേ കാലഘട്ടത്തിലുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ മറ്റാരോ ചെയ്ത പുരാവസ്തുക്കൾ മനഃപൂർവ്വമായിട്ട് പ്ലാൻ ചെയ്ത് ഇവിടെ പ്ലാൻ ചെയ്തതാക്കുവാനാണ് സാധ്യത എന്ന രീതിക്ക് അയാൾ പറയുമ്പോഴത്തേക്കും മനഃപൂർവ്വമായിട്ട് ഒരാൾ പുരാവസ്തുക്കളൊക്കെ ഇവിടെ കുഴിച്ചിടണമെന്നുണ്ടെങ്കിൽ അത് ആരാണെന്ന് താൻ കണ്ടെത്തുന്നതായിരിക്കുമെന്ന് ലിയും പറയുന്നു. ഇപ്പോൾ ലിയും കമ്മീഷണറെ കോൾ ചെയ്തിട്ട് തനിക്കൊരു ഹെൽപ്പ് വേണമെന്ന് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ട്രൂവാലെ അപ്പാർട്ട്മെന്റിൽ തന്നെ കിൻഡർ ഗാർഡനിൽ ഒരു പ്രോഗ്രാം നടത്തിയിരിക്കുകയാണ്. ബുക്കും ആ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ബുക്കിന്റെ പേരൻസ് മാത്രം അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ ആകെ വിഷമിക്കുന്നു. ഹാരി ബാങ്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ബുക്കിന്റെ ടീച്ചർ കോൾ ചെയ്തിട്ട് ഇതുപോലെ കിൻഡർ ഗാർഡനിൽ പ്രോഗ്രാം നടക്കുന്ന കാര്യമൊക്കെ അവളെ അറിയിക്കുന്നത്. അവളും നേരെ ഹേക്കാങ്ങിന്റെ അടുത്ത് വന്നിട്ട് നമുക്ക് എത്രയും വേഗം കിൻഡർ ഗാർഡനിൽ പോകേണ്ടതായിട്ടുണ്ട്. നമ്മളോട് ബുക്ക് കിൻഡർ ഗാർഡനിൽ പ്രോഗ്രാം നടക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. എങ്കിൽ പോലും അവന് മാത്രമേ പേരൻസ് ഇല്ലാതെ അവിടെ എത്തിയിട്ടുള്ളൂ. സോ നമുക്ക് അവന്റെ ഒപ്പം പോകണമെന്ന രീതിക്ക് അവൾ പറയുമ്പോഴത്തേക്കും ജിന്ന ആദ്യം അതിനെ സമ്മതിക്കുന്നില്ല. എങ്കിൽ പോലും ഈ ഒരു ട്രൂവാലോ അപ്പാർട്ട്മെന്റിന്റെ തന്നെ കീഴിലാണ് കിൻഡർ ഗാർഡൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ പോലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവർ 3 പേരും കൂടി ചേർന്നിട്ട് അവിടേക്കും പോകുന്നു.
നിലവിലെ കുട്ടികളും പേരൻസും എല്ലാവരും കൂടി ഒന്നിച്ച് നിന്നിട്ട് ഓരോ ഗെയിംസ് ഒക്കെ കളിക്കുകയാണ്. പക്ഷെ ബുക്കിന്റെ വീട്ടിൽ നിന്ന് മാത്രമായിരുന്നു ആരും വരാതിരുന്നത്. അതുകൊണ്ട് തന്നെ ബുക്ക് ആകെ സാഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇവർ 3 പേരും കൂടി അവിടേക്ക് എത്തുന്നു. സോ ബുക്കും ഒരുപാട് ഹാപ്പി ആകുന്നു. ഇത് ബുക്കിന്റെ റിയൽ ആയിട്ടുള്ള ഫാമിലി അല്ലാത്തത് കൊണ്ടായിരുന്നു ബുക്കും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉള്ളതിനെ കുറിച്ച് അവരോട് പറയാതിരുന്നത്. നമ്മൾ റിയൽ ആയിട്ടുള്ള ഫാമിലി അല്ലെങ്കിൽ പോലും ഇവിടെയുള്ള എല്ലാ ഫാമിലിനെയും നമ്മൾ തോൽപ്പിക്കുന്നതായിരിക്കുമെന്ന് പറഞ്ഞിട്ട് ഹാരിയും ആ ഒരു പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കുന്നു. ഹേഗാങ്ങിന്റെ ടീമിലുള്ള ആൾക്കാരെ 2 ദിവസത്തിനുള്ളിൽ പണമെല്ലാം കൂടി അടിച്ചു മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുവാനായിട്ടുള്ള പ്ലാനിലായിരുന്നു. അതുകൊണ്ട് തന്നെ നാമും ആദ്യമായിട്ട് കടയിൽ ചെന്നിട്ട് 20 ബില്യൺ ഒക്കെ കൊണ്ടുപോകാൻ പാകത്തിന് 2 ബാഗ് മേടിക്കുന്നു. അടുത്തതായിട്ട് ഗില്ല് ഇതുപോലെ മാനേജറുടെ സീലൊക്കെ അടിച്ചു മാറ്റുവാനായിട്ടായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. സോ ഓഫീസിൽ ഒരു സ്റ്റാഫിനെ കണ്ടിട്ടുണ്ടായിരുന്ന അവരും ആ സ്റ്റാഫിനെ ഹെൽപ്പ് ഒക്കെ ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് അവൾ പോലും അറിയാതെ മാനേജറുടെ സീലും അടിച്ചു മാറ്റുന്നു. ഇനി ബിഗ് ബ്രദർ ആണെങ്കിൽ അവർ അപ്പാർട്ട്മെന്റൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണല്ലോ. അതുകൊണ്ട് തന്നെ അപ്പാർട്ട്മെന്റിലുള്ള ഓരോരോ സാധനങ്ങളായിട്ട് ഓൺലൈനിലൊക്കെ ഇട്ടിട്ട് അതൊക്കെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. ബുക്കിന്റെ കിൻഡർ ഗാർഡനിലെ പ്രോഗ്രാം കാണിക്കുന്നു. ഒരുപാട് രീതിക്കുള്ള സ്റ്റണ്ടും മറ്റുമൊക്കെ കാണിച്ചിട്ട് എല്ലാവരെയും കയ്യിലെടുക്കുകയാണ് ഹേക്കാങ്ങും. അത് കൂടാതെ വേറെയും ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരും പല പല ഗെയിംസിലൊക്കെ പങ്കെടുത്ത് വിജയിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് ഹേക്കാങ്ങും ഹാരിയും ബുക്കും കൂടി ചേർന്നിട്ട് ഒരു റേസ് നടത്തുന്നുണ്ട്. ഇവരുടെ കാലൊക്കെ കെട്ടിയിട്ടായിരുന്നു ഈ ഒരു റേസ്. ഇതിലും ഇവർ വിജയിക്കുവാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഒന്ന് വീണൊക്കെ പോകുന്നുണ്ടെങ്കിലും പിന്നീട് അവർ വീണ്ടും എണീറ്റിട്ട് വിജയിക്കുന്നു. അങ്ങനെ ഇരിക്കെ ബുക്കിന് തന്നെ ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ സെലക്ട് ചെയ്യാമായിരുന്നു. എല്ലാവരും ബീഫ് സെലക്ട് ചെയ്യുവാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവൻ അത് മേടിക്കാതെ പകരമായിട്ട് ഹെയർ റോളറാണ് മേടിക്കുന്നത്. എന്തുകൊണ്ടാണ് അവനത് മേടിച്ചതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടിവിയിലെല്ലാം തന്നെ എല്ലാ അമ്മമാരും ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മയ്ക്ക് ഇത് ഇല്ലാത്തത് കൊണ്ടാണ് ഞാനും ഇത് മേടിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള അമ്മമാരെല്ലാവരും തന്നെ അവൻ എന്ത് സ്നേഹമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫാമിലിനെ ഓർത്തിട്ട് അസൂയപ്പെടുന്നു. എന്തായാലും ഹാരി വളരെ ഹാപ്പി ആയിരുന്നു. അങ്ങനെ അവൾ അപ്പാർട്ട്മെന്റിലേക്കൊക്കെ നടക്കുന്ന സമയത്താണ് ഹേക്കാങ്ങിനും അപ്പാർട്ട്മെന്റിലെ സകല സാധനങ്ങളും വിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്നും പ്ലാനൊക്കെ സക്സസ് ആണ് എന്നുള്ള കാര്യം ബിഗ് ബ്രദർ ആയിട്ട് തന്നെ ഹേക്കാങ്ങിനെയും അറിയിക്കുന്നത്. അത് കണ്ടിട്ടുണ്ടായിരുന്ന അവനും ഹാരിയോട് ഇനി മുതൽ വർക്കിനൊന്നും തന്നെ വരേണ്ട എന്ന് അറിയിക്കുന്നു. നമ്മുടെ വർക്കെല്ലാം തന്നെ അവസാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. സോ ഇപ്പോൾ തന്നെ നിനക്ക് തിരിച്ച് നിന്റെ വീട്ടിലേക്ക് പോകാമെന്ന് അവനും അറിയിക്കുകയാണ്. അവരുടെ ബാഗുള്ളത് അപ്പാർട്ട്മെന്റിലാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇനി നീ അവിടെ വരണ്ട, ഞാൻ തന്നെ സാധനങ്ങളെല്ലാം തന്നെ എത്തിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് അവനും പോകുന്നത്. ഹാരി ഇപ്പോൾ ആകെ വിഷമത്തിലാണ്. അവളും ഫ്രണ്ടുമായിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്കസ് ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും കാലം ഞങ്ങളൊരു ഫാമിലി പോലെയൊക്കെ നിന്നതല്ലേ. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഇതെല്ലാം തന്നെ നിർത്തിക്കോ, നീ വീട്ടിൽ പോയിക്കോ എന്ന് പറയുന്നത് കുഴപ്പമില്ല. എങ്കിൽ പോലും അവസാനമായിട്ട് എനിക്ക് എല്ലാവരെയും കാണുവാനോ സംസാരിക്കുവാനോ ഒരു അവസരം പോലും തരാതെയാണ് എന്നെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ വിഷമമാണെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൾ ഇരുന്നത്. എന്ത് തന്നെ ആയാലും ഈ ഒരു പരിപാടി എല്ലാം തന്നെ തീർന്നതുകൊണ്ടും അവൾക്ക് പണമെല്ലാം തന്നെ ലഭിച്ചതുകൊണ്ടും ഇനിയെങ്കിലും നീ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം. സോ നിന്റെ കാര്യമൊക്കെ നോക്കി നീ ജീവിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ഫ്രണ്ടും ഉപദേശിക്കുന്നു. അപ്പാർട്ട്മെന്റിലെ സാധനങ്ങളെല്ലാം തന്നെ മാറ്റി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നമുക്ക് നാളെ തന്നെ ബാങ്കിൽ പോയി പണവുമായിട്ട് രക്ഷപ്പെടാമെന്ന് ഹേക്കാങ്ങും അവരോടായിട്ട് പറയുന്നു. അതിനുശേഷം നാമിനെ കാണിക്കുമ്പോഴത്തേക്കും നാമും ബുക്കും കൂടി ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കുകയായിരുന്നു. നിനക്കൊരു ഫേക്ക് ഫാമിലി ആയിട്ടൊക്കെ അഭിനയിക്കേണ്ടതായിട്ട് വന്നില്ലേ? നിനക്ക് ഒരച്ഛനെയും അമ്മേനെയും ഒരു മുത്തശ്ശനെയും ലഭിച്ചു. അത് കൂടാതെ എന്നെ നിനക്ക് അച്ഛനെന്ന് വിളിക്കാൻ സാധിക്കാതെ അങ്കിൾ എന്ന് വിളിക്കേണ്ടതായിട്ട് വന്നു. സോ ഇതൊക്കെ കണ്ടിട്ട് നിനക്ക് ഒരുപാട് പ്രശ്നമൊക്കെ തോന്നിയില്ലേ എന്ന് ബുക്കിന്റെ അടുത്തായിട്ട് നാം ചോദിക്കുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അവരൊക്കെ ആയിട്ടിരുന്ന സമയത്ത് ഒരുപാട് സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് ഇനിയും അവരുടെ ഒപ്പം ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് ബുക്ക് പറയുമ്പോഴത്തേക്കും അടുത്ത തവണ വീണ്ടും നമുക്ക് ഇതുപോലെ ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കാമെന്ന് നാമും അവന് വാക്ക് കൊടുക്കുന്നു. നമ്മൾ ഇവിടെ വന്ന കാര്യമെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ നാളെ തന്നെ നമ്മൾ പണമൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് പോകുന്നതായിരിക്കും. നിനക്ക് തരാമെന്ന് പറഞ്ഞ ഷെയറും ഞാൻ തരും. എല്ലാ കടകളും ഞാൻ വീട്ടിട്ട് മാത്രമേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് ഹേഗാങ് ലിസാർഡിനോടായിട്ട് പറയുന്നു. കൂടാതെ ലിസാർഡിന് ഇപ്പോൾ തന്നെ ഒരുപാട് പ്രായമുണ്ട്. സോ ഇനിയും ഗാംബ്ലിംഗ് ഒക്കെ കളിച്ചിട്ട് കയ്യിലുള്ള കാശൊന്നും കളയരുത് എന്നാണ് ലിസാർഡിനോട് അവൻ പറയുന്നത്. അത്രയും കാലം ലിസാർഡ് അവന്റെ ഒപ്പമൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ അവനോടൊരു ഇഷ്ടമൊക്കെ ലിസാർഡിനും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഫാമിലിയൊക്കെ ഇല്ലാതാവുകയാണല്ലോ എന്ന് ഓർത്തിട്ട് ലിസാർഡിന് വിഷമം തോന്നുന്നു.